ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 10 തിരുവചനം. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള കൃപകളൊന്നും നിഷ്ഫലമായി പോയിട്ടില്ല. എന്ത് ധൈര്യത്തോടെയാണ് ആ മനുഷ്യനത് പറയുന്നത്. ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. നമുക്കത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത് പറയുമ്പോഴും ഞാനിന്ന് ഈ അവസ്ഥയിലായിരിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്, ഇല്ലേ? ഞാനിന്ന് ഈ ജോലിക്ക് ലഭിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, ആ നമ്മുടെ ജീവിതത്തിൻ്റെ കഥകൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം, എൻ്റെ ദൈവം എൻ്റെ കഷ്ടതകളിൽ കൃപ ചൊരിഞ്ഞ് എന്നെ ഇവിടെ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്തോണം, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മൾ പാപത്തിൽ വീണുപോയിട്ട് എഴുന്നേറ്റ് വന്നതും നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോകുന്ന കരുതിയെടുത്തതെന്നെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് എഴുന്നേറ്റ് ഇന്ന് നിങ്ങളായിരിക്കുന്ന വലിയ കൃപയിലെത്തിയത് എന്ന് മറക്കാതിരിക്കുക. അത് നിങ്ങളുടെ വേദനകളാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കെല്ലാം തരണം ചെയ്യാൻ പറ്റും. അപ്പം ഈ വചനം മനസ്സിൽ ഉരുവിടാൻ പറ്റട്ടെ. ദൈവമേ, ഞാൻ എന്തായിരിക്കുന്നു അത് നിൻ്റെ കൃപയാലാണ്. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും